കഴിവിതുള്ളൂ. അതിനിടയ്ക്കുള്ള ചിപ്സ് നോക്കി രണ്ടിനെടുത്ത് പുറത്തുള്ളതാണ്. നാട്ടുകാർ കേട്ടോണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കാണ്. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അല്ലേ അത് കുട്ടി? ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടതുപോലെ നമ്മൾ ഈസ്റ്റർ ആയതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് കൊല്ലത്ത്. അപ്പം ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മളിത് ഇപ്പം ഇറങ്ങിയുള്ളൂ, രാവിലെ 10 മണിയായി. ഇവിടെ വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. എന്തായി ഓക്കെ, അപ്പം ഇപ്പം നമ്മളിവിടെ വണ്ടി ഒതുക്കിയത് നമ്മുടെ ആദ്യത്തെ ഐറ്റൺ ഇല്ലേ, ഞാൻ എടുത്ത ഐറ്റൺ അത് പണിയായി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് മൊത്തത്തിലൊന്ന് അഴിച്ച് പണിത് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് അതന്നെ ടെസ്റ്റ് ഉണ്ട് നെക്സ്റ്റ് മന്ത്. അപ്പം അതിന് മുന്നേ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഇനിയെങ്കിലും എനിക്കൊന്ന് വണ്ടി പഠിക്കണം. നമ്മളുടെ അൾട്ടിമേറ്റ് ഉദ്ദേശവും എടുത്ത് നന്നായിട്ടൊന്ന് പഠിച്ച് കൈ തെളിഞ്ഞിട്ട് നമുക്ക് വേണം പുതിയത് നോക്കാം. അങ്ങനെയൊക്കെ ആയില്ലേ. അപ്പം എന്തായാലും ഇപ്പം ടെസ്റ്റിന് പോകുമ്പോൾ കംപ്ലീറ്റ് നോക്കി ഒക്കെ എല്ലാം എടുക്കാൻ പറ്റും. കുറച്ച് വെള്ളം കുടിക്കാൻ നമ്മൾ നിർത്തി. ഓ, ഇച്ചിരി കുടിച്ചിട്ട് തരോ? പിടിക്കാൻ പറ്റത്തില്ല, ഇച്ചിരി കുടിച്ചിട്ട് തരാം. താങ്ക് യു. ഗ്രേപ്പ് സോഡ ഇതാണ് പൊളി. ജസ്റ്റ് ഗ്രേപ്പ് സോഡ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മടിച്ചു. കാരണം ഞാൻ വിചാരിച്ചു നമ്മുടെ സാധാ ഫ്രഷ് ഗ്രേപ്സിൽ സാധാ ഗ്രേപ്പ് ജ്യൂസ് ഇല്ലേ, അരിച്ചൊന്നും അല്ലല്ലോ തരണം, അതിൽ കുറച്ച് സോഡ ഒഴിച്ച് തരുന്നതെന്ന് വെച്ചാൽ. പക്ഷെ ഇതങ്ങനെയല്ല, ഫ്രഷ് ജ്യൂസിന് ഫിൽറ്റർ ചെയ്ത് അത് പ്ലസ് ഷുഗർ സോഡ. അടിപൊളി. കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കൊരു കട. പക്ഷെ അപാര ക്വാണ്ടിറ്റി എനിക്ക് ഇറങ്ങുന്നില്ല, തൊണ്ട വരെ നിറച്ചു പോയി. വലിയൊരു കോപ്പർ ഗ്ലാസ്സിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റേ പാട്ടൊക്കെ ഇടണം. ജ്യോതിക മുടി കഴിക്കുമ്പോൾ മുടിയൊക്കെ കഴിച്ചിട്ട് 2, 3, 4 നമ്മളെത്തി. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കിടിലൊരു വലിയൊരു മാവിൻ്റെ മരമായിട്ട് കാണിച്ചു തരാം. ഇതാണ് മരം. കണ്ടോ, നിറച്ച് മാങ്ങ മേളിലുണ്ട്. താഴെ ഒരെണ്ണം കിടപ്പുണ്ട്, നമുക്കത് പോയി എടുക്കാം. കമോൺ. അയ്യോടാ, അത് പക്ഷി എന്തോ കൊത്തിയിട്ടുണ്ട്. പക്ഷി എന്നുകൊണ്ട് കൊത്തിക്കളഞ്ഞു. പിന്നെ നമുക്ക് വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഞാൻ ആ സൈഡിൽ നമുക്ക് ആ സൈഡ് കണ്ടോ നിറച്ച് മുല്ലയുണ്ട്, കാണിച്ചു തരാം. നമുക്ക് വൈകിട്ടെന്ന് പറിക്കാം. കംപ്ലീറ്റ് പച്ചപ്പാണ്, പച്ചപ്പിൻ്റെ ഒരു മേളമാണ്. ഇതൊക്കെ ചേച്ചിയുടെ വകയുള്ള ചെടി. അയ്യോ, ചിഞ്ചി ഇതിനകത്തിരിക്കുന്ന ഇവിടത്തെ മാങ്ങയല്ലേ? കംപ്ലീറ്റ് ഇവിടെ വീണ മാങ്ങയാണ്. ഫുൾ വാങ്ങി ഇവിടത്തതാണ്, ഇവിടെ മാവിന്ന് വീണതാണ്. പിന്നെ വേറെ എവിടെ? അതായി മാങ്ങ ഒരുപാടല്ലേ. എന്തൊക്കെയാണ് സ്പെഷ്യല്? മീൻ വറുത്തത്, പിന്നെ നെത്തോലി പീര, ചീരത്തോരൻ, രസം. കിടില മരിച്ചിയുണ്ടല്ലേ. ആ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു. ശരി, അത് ഇത് അല്ലേ. നിങ്ങളുടെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കാണാത്താരും കാണത്തില്ല. വെള്ളത്തിലിട്ടാൽ പൊട്ടുന്ന സാധനം എന്താ? യെസ്, തുപ്പൽ പൊട്ടാസ്. എനിക്കറിയില്ല കേട്ടോ. ഇതാണോ ശരിക്കും ഉള്ള പേര്? ഇതാണോ? എനിക്കറിയത്തില്ല. ഇവിടെ ഒരുപാട് നിൽക്കുന്നു കേട്ടോ. നമുക്കിത് പറിച്ച് വെള്ളത്തിൽ കൊണ്ടിടാം. ഇത് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ടപടപേന്ന് പൊട്ടും. I'll show you. വേറെ ഉണ്ടാവടി. ചിഞ്ചൂസ് അവിടെ പൂ പറിക്കുവാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, 2 ദിവസം ഇവിടെ ഇവർ വന്നിട്ട് അമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ അമ്മ ഇത് നിറച്ച് തലയിൽ വെച്ചിട്ടാണ് ഇരുന്നത്. അതും അമ്മ ഒരു കാര്യം കാണിച്ചില്ലാ. ഒരു മാങ്ങ കിടക്കുന്നു. അതൊരു കൊടുത്തോ. അയ്യോ, എനിക്ക് കല്ല് പറിക്കാൻ മതി.
ഇത് വെള്ളത്തിലൊന്നും പൊട്ടുമ്പോൾ ആദ്യം പൊട്ടി പേടിക്കുമെന്തോ ഒന്ന് കാണിച്ചു കൊടുക്കാം. അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. ബ്രൗണാ മോനെ? നമ്മുടെ മെനു എന്തായാലും നല്ല ചൂട് സാമ്പാർ ചോറും നല്ല അടിപൊളി മച്ചയും നല്ല തോരനും മത്തി വറുത്തതും കഴിഞ്ഞില്ല രസമുണ്ട്. പിന്നെ നല്ല അടിപൊളി നെത്തോലി പീര വെച്ചതും കഴിക്കാം. എടുത്തിട്ട് വാ. നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്ന കേസ് ചിലപ്പോൾ വീടെടുക്കാൻ പോയതും വീണ്ടും ഒരു മാങ്ങായിക്കൻ്റെ തല വീഴുമായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛനമ്മയ്ക്കും മമ്മിക്കൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാണ്. ഇവിടെ കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ സാമ്പ്രാണിക്കൊടി എന്നുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇപ്പം കറക്റ്റ് 4 മണിയായി. എനിക്കൊന്ന് ഇപ്പം കറക്റ്റ് സമയമായിരിക്കും. വെയിലൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് ഇരിക്കുന്നൊരു സമയമല്ലേ. അപ്പം അച്ഛനും അമ്മയും മമ്മിയും വരുന്നില്ല. കാരണം അച്ഛന് വയ്യ, ഹെൽത്ത് വൈസ് ഇന്ന് വന്നൊന്നും നിൽക്കാനൊന്നും വയ്യ. അച്ഛന് പനിയാണ്. പിന്നെ മമ്മിക്കും ഹെൽത്ത് വൈസ് പറ്റില്ല. അപ്പം അമ്മയും പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിച്ച് വാ മക്കളേ എന്ന് പറഞ്ഞു. സോ നമ്മൾ പോന്നു സാമ്പ്രാണിക്കൊടി. അമ്മ ക്യാച്ച് മാങ്ങ വീണ്ടും വീണു. നമ്മൾ വന്നിട്ട് തന്നെ എനിക്കൊന്ന് 7ാമത്തെ 8ാമത്തെ മാങ്ങയാണ്. ഞാൻ 2 വട്ടം വീട് എടുക്കാൻ പോയപ്പോഴും എൻ്റെ തലയിൽ കൂടെ വീഴാൻ പോയി. വാശിച്ചൊക്കെ അറിയിക്കോ. ബൈ മാ. വഴി അറിയാം. കുറച്ച് കക്ക കണ്ട് നമ്മൾ അത് മേടിക്കാനായിട്ട് നിർത്തി. നാളെ ഈസ്റ്ററൊക്കെ അല്ലേ? 43. നമുക്ക് കക്കയായി. ഇനി ബീഫ് മേടിക്കണം. നമ്മൾ വന്നിട്ട് എത്ര വർഷവും ചിഞ്ചു? അതാ ഞാൻ പറഞ്ഞ ഒരു 2-3 വർഷത്തിനും അടുപ്പിച്ചാവുമല്ലേ. പക്ഷെ അന്ന് അവിടെ ഈ ജാക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം നോക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഈ സേഫ് ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പം എവിടെ നോക്കി സംസാരിച്ച ഇപ്പുറത്തല്ലേ ക്യാമറ. എന്തത് നമ്മൾ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞിറങ്ങിയിട്ട് നമ്മൾ വന്നത് മൺട്രോത്തുരുത്താണ്. കാരണം വെച്ചാൽ നമുക്ക് റൂട്ട് മാറി. ഇപ്പം നമ്മൾ മാപ്പൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് റൂട്ട് മാറി. പിന്നെ നോക്കിയപ്പോൾ ചോദിച്ചപ്പോൾ കുറേ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒത്തിരി ലേറ്റ് ആയില്ലേ. നമ്മൾ ഇതിന് മുന്നേ ഒരു വട്ടം മൺട്രോത്തുരുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്നപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസമായിരുന്നു കേട്ടോ. ഇപ്പം ഫുള്ളും സേഫ് ജാക്കറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമുക്കൊരു ബോട്ട് കിട്ടി. അത് കുട്ടി കരയാതിരുന്നോ മതിയായിരുന്നു. പറ്റുമോ? കൊച്ചിനെ കൊണ്ട് സൂക്ഷിച്ചേ. അല്ല ഇറങ്ങിക്കോ. നമ്മൾ വിളിച്ച ആള് പാനിക്കാവേ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും. ആദ്യത്തെ പേടിയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇതുപോലത്തെ ഒരു പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് അല്ലേ. പക്ഷെ എന്നിട്ട് ഞാൻ ലാസ്റ്റ് ടൈം പേടിച്ചത് വേറെ കാര്യം. എന്താണിത്? ചേട്ടൻ ഒരു ഹായ് പറഞ്ഞു. ചേട്ടന്റെ പേരെന്തോ? അയ്യോ ചേട്ടൻ ഫോക്കസ് ആവട്ടെ. അങ്ങനെ കണ്ടൽക്കാട് മിമ്മി ഇപ്പൊ വരും. മിമ്മി മിമ്മി അതോ ഞാൻ മുന്നേ വന്നിട്ട് ഇത്
കിട്ടില്ല വ്യൂ എടുത്ത് ഈ സംഭവം. ഇവിടെയാണോ ചേട്ടാ ഇറക്കുന്നേ? സൈഡല്ലേ? ഈ സൈഡ് നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ പോയി ഇറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ മനവ് പറഞ്ഞു ഇവിടെ ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സന്തോഷമായി. കാരണം സാമ്പാണിക്കുടി പോയി തന്നെ മെയിൻ സംഭവം നമുക്ക് ഇവിടെ ഇറങ്ങണം, കളിക്കണം എന്നൊക്കെ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വിഷമായി. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ മൺട്രോത്തുരുത്തിൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും, വെള്ളത്തിലൊക്കെ നിൽക്കാൻ പറ്റും. സോ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അത് കുട്ടി അമ്മേ നമ്മുടെ വിഷമം അങ്ങനെ മാറി കിട്ടി. സത്യം നമ്മൾ മൺട്രോത്തുരുത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിപ്പോയി കുറേ വിഷമമായി. അല്ല ഒരുപാട് ദൂരമുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നു. നമ്മൾ വഴി തെറ്റി പോയപ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ മെയിനായിട്ട് അവിടെ പോയത് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇറങ്ങാൻ പറ്റൂ. കൊച്ചു എങ്ങനെ വന്നപ്പോൾ തിരിച്ച് എങ്ങനെ പോകണം വയ്യ. അത് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി നമ്മൾ വീണ്ടും വരും. ഓക്കെ ബൈ. മീനോ എന്തുവാ നീ കഴിക്കാത്ത സാധനം അത് അകത്തുണ്ടോ സോസ്? എന്താ വീടെടുക്കണ്ട കൊള്ളാം. സംഭവം കൊള്ളാല്ലേ. ക്ഷീണിച്ച് വന്നിട്ട് ഇരിക്കാനൊരു ഇരിപ്പിടം ഇതുപോലെ നമുക്ക് രസമുണ്ട്. നമ്മൾ നല്ല തണുത്ത് കുറേ സമയം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് നേരെ വന്ന് നല്ല ചൂട് കോഫി കുടിച്ചപ്പോൾ അടിപൊളി സൂപ്പർ. 1 മണിക്കൂർ നമ്മൾ കിടിലായിട്ട് സ്പെൻഡ് ചെയ്തില്ലേ? അടിപൊളിയായിരുന്നു. ഞാൻ എന്തായാലും ആ ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാൻ കേട്ടോ. ചേട്ടനും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ കുറേ സമയം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാണ് വന്നത്. നമ്മൾ ആ സ്ഥലത്ത് ഇറങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ഇനി നാളത്തെ ഈസ്റ്ററിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. പച്ചക്കറി, മീറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ബീഫ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പം സമയം വളരെ ലേറ്റ് ആയിട്ടോ, 8 മണി. ഇനി പോയിട്ട് വേണം ഫുഡൊക്കെ ആക്കി കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാച്ചാ ബൈ. ഇവാസേ ബൈ. എൻ്റെ പേരെന്താ അറിയാം? ഇവാൻ. ആദ്യക്കുട്ടി, അപ്പ, അതുപോലെ തന്നെ ഇവിടുൻ്റെ അമ്മയും കൂടി, അതായത് എൻ്റെ ചേച്ചിയും കൂടി ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയേക്കാണ് കേട്ടോ. എനിക്കൊരു നല്ല ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ ഈ കേസ് അത്രയേ ഉള്ളൂ. ബൈ.